ചക്കുവള്ളി പ്രവാസി കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വാർഷികം 30-ന് നടക്കും. വീടിന്റെ താക്കോൽ കൈമാറ്റം, വിവാഹ ചികിത്സാ ധനസഹായ വിതരണം, ആദരവ് എന്നിവയും നടക്കും. പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചക്കുവള്ളി പ്രവാസി കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 8ാമത് വാർഷികാഘോഷമാണ് ജനുവരി 30-ന് ചക്കുവള്ളിയിൽ നടക്കുന്നത്. ഉച്ചകഴിഞ്ഞ് 3:30-ന് പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് അബ്ദുൽ സലീം അർത്തിയിൽ അധ്യക്ഷത വഹിക്കും. വീടിന്റെ താക്കോൽ കൈമാറ്റം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറും, വിവാഹ ധനസഹായ വിതരണം കൊടിക്കുന്നിൽ സുരേഷ് എം.പിയും, ചികിത്സാ സഹായ വിതരണം കോവൂർ കുഞ്ഞുമോൻ എം.എൽ.എയും, ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം വയോജന കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. എന്ന് പറയുമ്പോൾ അതിനെ ഉറ്റുനോക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ നാട്ടിലും പ്രവാസത്തിലും ഈ കൂട്ടായ്മയെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി തരുവാൻ കഴിയുന്ന ഒട്ടനവധി ആളുകൾ വിദേശത്ത് ഇവിടെയും ഉണ്ട്. അതോടൊപ്പം ഞങ്ങൾ ഈ കഴിഞ്ഞ ഒരു വർഷം ഏകദേശം 10 ലക്ഷം രൂപയോ ഞങ്ങളുടെ വിവിധ ചികിത്സാ ധനസഹായം, അതുപോലെ തന്നെ മജ്ജ ശസ്ത്രക്രിയയായിട്ട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ സഹായം, അങ്ങനെ സഹായങ്ങൾ ഈ ഒരു വർഷക്കാലം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ഇപ്പോൾ ഈ വാർഷിക വേണമല്ലോ. അപ്പോൾ ഞങ്ങളുടെ സമൂഹത്തിലെ ദുരിതമനുഭവിക്കുന്നവരെ, ഇഷ്ടപ്പെടുന്നവരെ ഒക്കെ ചേർത്ത് പിടിച്ചാണ് ഈ കൂട്ടായ്മ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തകനുള്ള ആദരവ് അബ്ദുൾ റഷീദ് പറങ്കിമാമിളയ്ക്ക് സമ്മാനിക്കും. നമ്മൾ ചക്കോളി പ്രവാസികളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം കുന്നത്തൂരും കൊല്ലം ജില്ലയിലും നമ്മൾ ഈ കഴിഞ്ഞ കോവിഡ് കാലത്തൊട്ടൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ 8 വർഷക്കാലം കൊണ്ട് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ ഈ നാടിനും നാട്ടുകാർക്കും ഒക്കെ അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ചക്കോളി പ്രവാസി കൂട്ടായ്മയുടെ കാര്യം ഈ നാട്ടിലെ സാധാരണക്കാരെടുത്ത് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിലാണ് ചക്കോളി പ്രവാസി കൂട്ടായ്മ. ഇത്രയേറെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു ജീവക സംഘടന പ്രവാസി 100 അംഗങ്ങൾ ഈ നാളിതുവരെ 1 കോടി രൂപയുടെ ജീവക പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ നാട്ടിലുള്ളത്. അത് മൊത്തം നമ്മുടെ കൂട്ടായ്മയിൽ അംഗങ്ങൾ നൽകുന്ന സമ്പത്ത് കൊണ്ട് മാത്രമാണ്. മറ്റു പിരിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ പുറത്തൊന്നും പിരിവൊന്നുമില്ല. നമ്മുടെ കൂട്ടായ്മയിലെ മെമ്പർമാർ നൽകുന്ന സാമ്പത്തികം കൊണ്ട് മാത്രം. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.